ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഫ്രിഡ്ജിനകത്ത് നമ്മൾ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കുറേ പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ അതേപടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ, ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ ചിലപ്പോൾ നമ്മൾ കുറേ നാളത് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരാഴ്ചയോളം നമ്മൾ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലുണ്ടാവും വാങ്ങിച്ചത്. അപ്പം നല്ല ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ എന്തായാലും ഒരാഴ്ചയിലൊക്കെ നമുക്ക് പച്ചക്കറികളുണ്ടാവും. അപ്പോൾ അത് അതേപടി പൊടിയും മണ്ണും ഒക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ അതേപടി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പകരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട്, നല്ല രീതിയിൽ കഴുകണം എന്നല്ല, നമ്മൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും പച്ചക്കറി കഴുകണം. എങ്കിലും അത്യാവശ്യം വെള്ളത്തിൽ ഇതൊന്ന് കഴുകി വെച്ചാൽ വളരെ നല്ലതാണ്. സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ബോക്സസ്, അല്ലെങ്കിൽ നമുക്ക് കവറുകളുണ്ടെങ്കിൽ കവറുകളിൽ ഇട്ട് വെക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ബോക്സൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സിനകത്താണ് ഓരോന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ മാത്രമേ വാങ്ങാറുള്ളൂ. കുറേ ക്വാണ്ടിറ്റി പച്ചക്കറിയൊന്നും വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറില്ല. അത്യാവശ്യം ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, ഇപ്പോൾ നമ്മൾ സൺഡേ ആണ് വാങ്ങുന്നതെങ്കിൽ അടുത്ത സൺഡേ വീണ്ടും നമ്മൾ പച്ചക്കറി വാങ്ങിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഒരാഴ്ച ഉണ്ടാക്കാവുന്ന ഏകദേശം കറികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികൾ വാങ്ങിയിട്ട് വെക്കും. പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാറുണ്ട്, കാരണം പച്ചമുളക് നമുക്കെപ്പോഴും ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് പച്ചമുളകും തക്കാളിയൊക്കെ, ഉള്ളി, അതൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാറുണ്ട്. ഇതിപ്പോൾ എല്ലാം ഞാൻ ബോക്സിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് അതേപടി ചിലപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കവറിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ടാവും. എങ്കിലും അതിനേക്കാളും ഭംഗിയാണ് ഇങ്ങനെ ചെയ്തു വെക്കാനായിട്ട്. നല്ല രീതിയിൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ടുണ്ടാവും. എല്ലാവരും കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ അടുക്കും ചിട്ടോടും കൂടെ സൂക്ഷിച്ചാൽ നല്ലൊരു പോസിറ്റീവ് ഫീലായിരിക്കും നമുക്കെപ്പോഴും.